ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്നുള്ള ഒരു എപ്പിസോഡും കൂടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് കിടക്കുകയാണ്. ഭൂമികയാണെന്നുണ്ടെങ്കിൽ തൊഴുത് അതിലെ വലം വെച്ച് വരുന്ന സമയത്താണ് അജയ് അവിടെ തേങ്ങ ഉടയ്ക്കുന്നത്. എടുത്ത് ആ ഒരു തേങ്ങ ഉടച്ച ഉടനെ അത് ഭൂമികയുടെ ദേഹത്തേക്ക് വന്ന് വീണു. അപ്പോഴേക്കും വഴക്കുമായിട്ട് അങ്ങ് ചെന്നു. താനിത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാലോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പം അത് തന്നെയാണ് ഞാൻ ഈ ചീളിനോട് പറഞ്ഞാൽ തരികട പെണ്ണിൻ്റെ ദേഹത്ത് പോയി വീഴ്, അതുകൊണ്ട് തന്നെ അതൊന്ന് വീണു, നല്ല അനുസരണയുള്ള ചീള എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭൂമിയെ കളിയാക്കുക. അപ്പം അതെ, ചില ചീള് വർത്തമാനേ പറയൂ എന്ന് പറഞ്ഞു. മാഡം, തർക്കിക്കാനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞപ്പം അതെ ഞാൻ തർക്കിക്കുകയാണ് എന്ന് നമ്മുടെ ഭൂമിക പറഞ്ഞു. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു തേങ്ങ എടുത്ത ഒരു ഒറ്റ ഏറ്. അപ്പം ആ ഒരു ഏറെറിയാൻ നോക്കിയപ്പോഴത്തേക്കും അത് നേരെ നമ്മുടെ അജയുടെ കയ്യിൽ തന്നെ വന്ന് കൊണ്ടു. ശരിക്കും അത് കയ്യിൽ കൊണ്ടുവിട്ട് നന്നായി വേദനിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ഭൂമിക അയ്യോ ഷോ എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായി. അങ്ങനത്തെ നമ്മുടെ ഭൂമിക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ അവിടെ നിന്ന് കുറേ സംസാരിച്ചിട്ട് അങ്ങ് പോയി. അപ്പം അജയ്ക്ക് നന്നായിട്ട് നൊന്തു കിട്ടും. അതിനുശേഷം എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്നിങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഭൂമിക. അപ്പോഴത്തേക്കും അവിടെ എന്തൊക്കെയോ പ്ലാനിങ്ങുമായിട്ട് കുറേ പേര് വന്നായിരുന്നു. ഓമാരിങ്ങനെ എല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കിട്ടുന്ന ഒരു അവസരത്തിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമിക അകത്തേക്ക് സാർ ഞാനൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ചെന്ന് ഇവരോട് സംസാരിക്കാം. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ തിരുവാഭരണ ചാർത്തിൽ അപ്പോൾ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് തൊഴുതാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അജയും അവരെല്ലാവരും ഇങ്ങനെ നോക്കും. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് അജയുടെ അച്ഛമ്മ അതെ അവളെ ഇങ്ങ് കയറ്റി വിട്ടേക്ക, എൻ്റെ കൊച്ചുമോളാ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ഭൂമിക്ക് അകത്തേക്ക് കയറി ചെന്നു. പിന്നെ തൊഴുതെല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോഴേക്കും കുറേ പേര് ഇവരെ അങ്ങ് വളഞ്ഞു. അതായത് അവിടെ ആ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോളണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും എല്ലാവരും പേടിച്ചിങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക കേട്ടോ. തോക്കൊക്കെ ആയിട്ട് എല്ലാവരും ഇവരെ ചുറ്റി ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. അവരെ പിടിച്ച് അവിടെ അങ്ങ് ഇരുത്തി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനകത്തേക്കാണല്ലോ വന്ന് കയറിയെന്ന് ഓർത്തോണ്ട് നമ്മുടെ ഭൂമിക്ക് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടെ ചേർന്ന് ഈ തിരുവാഭരണം മോഷ്ടിച്ചുകൊണ്ട് പോകാനായിരുന്നു. ഈ സമയത്ത് നമ്മുടെ ഭൂമി എന്നാ ചെയ്തെന്നറിയോ, അവിടെ ഇരുന്ന തോക്ക് പിടിച്ചുകൊണ്ടിരുന്നവൻ്റെ കയ്യിലേക്ക് ഒരൊറ്റ ഏറായിരുന്നു അവിടെ ഇരുന്ന് ഒരു കിണ്ടി എടുത്ത്. ആ ഒരൊറ്റ കിണ്ടി എടുത്ത് എറിഞ്ഞതും അവൻ്റെ കയ്യിൽ നിന്നും ആ തോക്ക് തെറിച്ചു പോയി. ഈ സമയത്ത് അജയ് അത് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും മറ്റോ വന്നിത് പിടിച്ചു. ഇരിക്കവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചവിടെ ഇരുത്തിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും പേടിച്ചിങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ബാക്കി പോലീസുകാർ അവിടെ എത്തി. അതിനുശേഷം നിങ്ങൾ സറണ്ടർ ആവണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ അവിടെ വന്നിങ്ങനെ ഒച്ചത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ SI ഞങ്ങളാണ് ഇവരെ ബന്ദികളാക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസുകാരോട് ഇവർ ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവരെ മോചിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സർജിക്കൽ ഓപ്പറേഷൻ ഉണ്ടാവും, മരിക്കുമെന്ന വാശിയാണോ എന്നൊക്കെ SI ചോദിക്കുമ്പം നിങ്ങൾക്ക് ഇവിടെയുള്ളവരെ കൊല്ലണമെന്ന് വാശിയാണോ എന്ന് ഇയാൾ ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞ് ഇയാൾ ഫോണുമായിട്ട് അങ്ങ് ചെല്ലുന്നു. അതിനുശേഷം കൂടെയുള്ളൊരു ചേട്ടനെ തല്ലി. അപ്പോഴത്തേക്കും അദ്ദേഹം വെല്ലുവായിൽ കരയുവാണ്. പിന്നെ ഇവന്മാർ മുകളിലോട്ട് വെടിവെക്കുന്നു. എല്ലാവരും പേടിച്ചരണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ പോലീസുകാരെ ഒന്ന് പേടിപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് എല്ലാവരും പേടിച്ചരണ്ട് ജീവനിൽ കൊതിയോടുകൂടി ഇങ്ങനെ നിൽക്കുക. അപ്പം നിങ്ങൾ അതൊക്കെ വിവേകമൊന്നും കാണിക്കരുത്, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുസരിക്കാമെന്ന് ഈ പോലീസുകാർ വന്ന് ഗുണ്ടകളെ പറഞ്ഞു. അതായത് അവർ തീവ്രവാദികളോ മറ്റോ എങ്ങാണ്ടാണ്. അപ്പം നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കാം, അവിടെ ഇരിക്കുന്നവരെ ആരെയും നിങ്ങളൊന്നും ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ സൈഡിൽ വണ്ടി വന്നിട്ടുണ്ട്, ബന്ദികളെ വിടണമെന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ബസ് അവിടെ വന്നു. ആ സമയത്ത് നമ്മുടെ അജയും അതുപോലെ അവരെല്ലാവരും കൂടെ ഇറങ്ങി വരും. അപ്പോഴാണ് അജയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് ഈ പോലീസുകാർക്ക് മനസ്സിലായത്. അജയ് സാറാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ നിൽക്കുക കേട്ടോ. അങ്ങനത്തെ നമ്മുടെ അജയൊക്കെ ബസ്സിലേക്ക് കയറ്റി അവർ. അങ്ങനെ എല്ലാത്തിനെയും വണ്ടിയിൽ വിളിച്ച് കയറ്റി. അപ്പം താൻ നോക്കിക്കോ, ഇനിയാണ് പണി വരാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. പറഞ്ഞു തീർന്നില്ല, നാവ് അകത്തേക്ക് ഇട്ടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ അജയ് ഈ വന്നവന്മാരെയൊക്കെ ചാവിട്ടി നിരപ്പാക്കി. അജയ്യൊക്കെ കൊണ്ടുപോകാൻ വന്നവർ പിന്നെ എഴുന്നേറ്റ് നിന്നിട്ടില്ല കേട്ടോ. അവിടെ നമ്മുടെ അജയ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ഭൂമി വെറുതെ ഇരിക്കോ, വന്നവന്മാരുടെ ഒക്കെ ചെവിക്കല്ല അടിച്ച് നമ്മുടെ ഭൂമിയും തകർക്കുവാണ്, കൊടുക്കുകയാണ് ഭൂമി. തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഭൂമി ചെയ്യുന്നു. ഈ സമയത്ത് അജയുടെ നേരെ നിറയൊഴിക്കാൻ വേണ്ടി ഒരുത്തൻ നിൽക്കുന്നു. തൊട്ടരികിൽ നമ്മുടെ ഭൂമി നിൽക്കുന്നു. അങ്ങനെ ഭൂമി അവനിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ തോക്ക് ഇതാക്കി മേടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അടുത്തുള്ളവൻ ഭൂമിയെ ഉപദ്രവിച്ചു. അതായത് ഭൂമിയുടെ തലക്കെട്ട് അവൻ അടിച്ചു. അപ്പോഴത്തേക്കും ഇങ്ങനെ ബോധം കേട്ട് ഭൂമി അവിടെ വീണു. ആ സമയത്ത് ഭയങ്കരമായിട്ട് അവിടെ എന്താ പറയുന്ന ഒരു വലിയ കോലാഹലം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കുട്ടികളെയാണ് കാണിക്കുന്നത്.
ആ കുട്ടികൾ ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ നടയിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ചേട്ടൻ വലുതായി കഴിയുമ്പോൾ ആരെ കെട്ടും, അത് വലുതാകുമ്പോഴല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് കുഞ്ഞിലത്തെ ഇവരുടേതായ കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ ബോധം കെട്ട് കിടന്ന സമയത്ത് നമ്മുടെ ഭൂമി ഓർക്കണത് അത്. അങ്ങനെ ആ ഒരു മയക്കം വിട്ട് അന്നേരം നമ്മുടെ ഭൂമി എഴുന്നേറ്റു. പെട്ടെന്ന് അച്ഛനും അമ്മയും തൊട്ടരികിലുണ്ട്. അങ്ങനെ കണ്ണും അല്ലാത്തൊരിതിലിങ്ങനെ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഭൂമി ഇങ്ങനെ കിടക്കുക. പിന്നെ അമ്മ വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് തലയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല വേദനയുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഉത്സവത്തിനുണ്ടായിരുന്ന രാമകൃഷ്ണനും കൂട്ടരുവാ ഈ ലഗേജ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് നമ്മ എന്നേരം പറയുക. നേരത്തേക്കും ഭൂമി ഇന്ന് ചിരിക്കണു, അച്ഛനും ചിരിക്കും. അപ്പോൾ തലയ്ക്ക് അടി കിട്ടിയതുകൊണ്ടായിരിക്കും ആ സ്വപ്നം കണ്ടതല്ലേ എന്ന് ഭൂമി ഇങ്ങനെ പറയുന്നു. അച്ഛാ അമ്മ ഇവിടെ വന്നിരുന്നേ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് അവരെ അടുത്തിരുത്തുന്നു. എന്നിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പോൾ എന്താ സ്വപ്നം എന്ന് ഇവർ ചോദിച്ചു. അത് പിന്നെ ഒരു 2.5-3 വയസ്സ് പ്രായം വരും. അപ്പോൾ ബാലൻ്റെ കയ്യിൽ നിങ്ങളിൽ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞു എന്ന്. അപ്പോഴത്തേക്കും അമ്മയുടെ അച്ഛൻ്റെ ഭാവം മാറിയിട്ടോ. ആരെയാ കെട്ടുന്നതെന്ന് അവരെന്നോട് ചോദിക്കുന്നു. ഞാൻ വലുതാകുമ്പോൾ പറയാമെന്ന് അവരും പറഞ്ഞെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക. ദേ അച്ഛാ, വളരെ ഹൈലൈറ്റ്, ആ 2 കുട്ടികളും ഒരേ ടൈപ്പ് മാല അണിഞ്ഞിരുന്നു എന്ന് നമ്മുടെ ഭൂമി ഇവരോട് പറയുക. അപ്പോൾ ദേ നോക്ക്, ഇതേ ഡിസൈൻ തന്നെയായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ഭൂമി അങ്ങനെ എടുത്ത് ഇവരെ കാണിച്ചും കൊടുക്കുക കേട്ടോ. അപ്പോൾ വലിയൊരു രഹസ്യം ഭൂമിയുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അവരുടെ ആ നോട്ടവും ഭൂമിയുടെ ആ ഒരു സ്വപ്നവും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആ മാല എടുത്ത് തന്നിട്ട് ഉള്ളിലേക്ക് തന്നെ ഇട്ടു. അമ്മയൊന്ന് മാറിക്കേ, പിടിക്കുക, എനിക്കൊന്ന് എഴുന്നേക്കണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഭൂമി അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഇങ്ങനെ വല്ലാണ്ടായിരുന്നു. അച്ചു ഏട്ടാ എന്നും പറഞ്ഞ് ഇങ്ങനെ അമ്മ വിളിക്കുമ്പോൾ എന്താടോ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. മോള് നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോവോ? അപ്പോൾ ഈ അവിടെ പോവാൻ എങ്ങും പോവില്ല, നമ്മളല്ലേ അവളുടെ അച്ഛനും അമ്മയും. അതെ നമ്മൾ തന്നെയാ. ആ മാല ആ കുട്ടിയുടെ കഴുത്തിലും ഉണ്ടെന്ന്. അത് പിന്നെ അതൊരു സ്വപ്നമല്ലേ അച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അതെ എന്താ സ്വപ്നമാണോ ഡിസ്കസ് ചെയ്യുന്നേ എന്ന് ചോദിച്ചുകൊണ്ടും ഭൂമി അങ്ങോട്ടേക്ക് വന്നു. ഇതിനൊരു കഥ ഞാൻ പറയാമെന്നും 2 സഹോദരിമാർ അതിൽ ഒരാളെ നഷ്ടപ്പെടുന്നു. കഥയ്ക്കൊരു ടെൻഷൻ വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു സഹോദരിയെ കാട്ടിൽ കൊണ്ടുപോയി കളയുന്നു എന്നൊക്കെ നമുക്ക് ആക്കാം. അപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയാം. അത് വലുതാകുമ്പോൾ കണ്ടുമുട്ടുന്നു. എങ്ങനെയുണ്ട്? ഇത് തന്നെയല്ലേ പഴയ സിനിമയും പുതിയ സീരിയലും ഒക്കെ. അതെ, പിന്നെ രാത്രിയിൽ ഉത്സവം കാണാൻ പോകണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി അവിടെ നിന്ന് പോയി. ഇവർ രണ്ടുപേരും ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് അജയും എല്ലാവരും തിരിച്ചെത്തി. എൻ്റെ കൊച്ചുമോ വന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടി. അതുമാത്രമല്ല ദേവിയുടെ സ്വർണവും കാത്തു എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയാം. അതെങ്ങനെയാന്ന് വീട്ടിലുള്ളവർ ചോദിക്കും. അതൊക്കെ ഇവിടെ നിന്നിട്ടാണോ സംസാരിക്കുന്നത്? നീ വാ. അത് പിന്നെ അമ്മേ ഞാൻ കമ്പനി പോകാൻ ഇറങ്ങിയതായിരുന്നെന്ന് പറഞ്ഞു. നീ ചെന്നില്ലെന്ന് വിചാരിച്ച സൗഭാഗ്യ ടയർ കമ്പനി പൂട്ടിപ്പോകത്തൊന്നും ഇല്ലല്ലോ, നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂട്ടിപ്പോകത്തൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെന്നു. പിന്നെ അമ്പലത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അമ്മ ഇവരോട് പറയുക കേട്ടോ. അജയ് അന്നേരം ഭയങ്കര ഇതിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ റിസ്ക് എന്താണ്, വെരി ഡേഞ്ചറസ് എന്ന് പറഞ്ഞ അജയ്യ ഇവർ വഴക്ക് പറയാണ്. ഇവൻ ഈ ജോലി ചെയ്യുന്നത് എനിക്ക് ഒരു താല്പര്യമുള്ള കാര്യമല്ല എന്നും പറയുന്നു. എൻ്റെ മോൻ ഏത് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുമോ? പറയുമ്പം അവിടുന്ന് തന്നെ ട്രാൻസ്ഫർ ആയിരിക്കുമെന്ന കാര്യവും പറയുകയാണ് അച്ഛൻ. അപ്പം നിന്റെ സത്യസന്ധതയെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. പോലീസ് ജോലി കൊണ്ടുള്ള ഏക ഗുണം അപ്പോൾ ധാരാളം ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പം അതിപ്പോൾ ഏത് ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പം സത്യം പറഞ്ഞ ശത്രുക്കൾ കൂടും. അത് മുഖത്ത് നോക്കി പറഞ്ഞാൽ വീണ്ടും എണ്ണം കൂടുമെന്ന് അമ്മേ എനിക്കിതിൽ ഭയമുണ്ട് എന്ന് പറയാണ് അജയ്. നിനക്കിത് 28ാമത്തെ ട്രാൻസ്ഫർ ആണെന്നും എന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേ സത്യസന്ധനായ ഒരു പോലീസുകാരന് സംസ്ഥാനത്ത് ഇടമില്ലെന്നും. ഇടം നമ്മൾ കണ്ടെത്തണം അച്ഛാ. ഇന്നത്തെ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിൽ ആരാണെന്ന് അച്ഛൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അടുത്തയാൾ അവിടെ നിന്ന് ഇങ്ങനെ വരുവാണ്. പാർട്ടിയുടെ നേതാക്കളാണ്. നാളെ ഇത് കോലിളക്കം സൃഷ്ടിക്കുന്ന വാർത്തകളാകാൻ പോവുകയാണെന്ന് പറയുമ്പോഴേക്കും അടുത്തയാൾ ഈ കഥയും കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വരിക. അപ്പം എല്ലാവരും ഒന്ന് നോക്കി നിൽക്കുന്നു. നീ വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടാൻ പോവുകയാണെന്ന് പറയുമ്പം എൻ്റെ മോൻ സത്യൻ്റെ ക്യാരക്ടറാ ഇവനും. സത്യേട്ടൻ്റെ സത്യസന്ധത ധൈര്യം അതാണെന്നൊക്കെ പറഞ്ഞ്
ഇവരിങ്ങനെ സംസാരിക്കുമ്പം എൻ്റെ റോൾ മോഡൽ വല്യമ്മാവനാണെന്ന കാര്യം അജയ് അന്നേരം പറഞ്ഞു. ഞാൻ ആദ്യം കാണുന്ന പോലീസുകാരൻ വല്യമ്മാവനാണെന്ന് അജയ് അന്നു മുതൽ ആ യൂണിഫോം ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യവും പറയുന്നു. അപ്പോൾ നമ്മുടെ അജയ് തൻ്റെ ജീവിതത്തിലെ ആ ഒരു കാര്യങ്ങളെല്ലാം എല്ലാവരോടുമായിട്ട് ഷെയർ ചെയ്യുവാണ്. അങ്ങനെ ഇതെല്ലാം പറയുമ്പം നീ റോൾ മോഡൽ ആക്കേണ്ടത് നിന്റെ വല്യമ്മാവനെ തന്നെയാണെന്ന് നേരത്തേക്ക് അടുത്ത ആള് പറഞ്ഞു. സത്യസന്ധനായ നീതിമാൻ എന്ന് പറഞ്ഞു. അപ്പച്ചി അവിടെ നിന്ന് ഇങ്ങനെ പറയണു. പിന്നെ ആ നീതിമാൻ ആരെയാ കൊന്നത്? അറിയാലോ അല്ലേ എന്നിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പം അജയ് ഇങ്ങനെ നോക്കുന്നൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഒരു വിഷയം, നിന്റെ ചെറിയമ്മാവൻ സാഗർദാസിനെയാണ് കൊന്നതെന്ന് നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ വിഷയം കൂടി അവിടെ എല്ലാവരുടെയും കേൾപ്പിക്കാം. എൻ്റെ ഭർത്താവിനെയാണ് കൊന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. നിനക്കിനി ആരെയാ കൊല്ലേണ്ടത്? എന്നെയാണോ കൊല്ലേണ്ടത് എന്ന് ചോദിച്ച് അജയോട് ദേഷ്യപ്പെടുക. അതോ എൻ്റെ മകൾ അഞ്ജനയാണോ നിനക്ക് കൊല്ലേണ്ടതെന്ന് ചോദിച്ചു. രണ്ടുപേരെയും ഒരുമിച്ചാണെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ വേരോടെ അങ്ങ് പിഴുതു മാറ്റാമെന്നൊക്കെ അവർ പറയുന്നത്. അങ്ങനെ എല്ലാവരെയും ഒന്നടങ്കം വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങനത്തെ അകത്തേക്ക് കയറിപ്പോയി. അവൾ പറഞ്ഞൊന്നും കാര്യമാക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരിവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ അച്ചുവേട്ടന് ചായ കൊണ്ടുവന്ന് കൊടുക്കുവാണ് അമ്മ. അപ്പോൾ അച്ചുവേട്ടൻ ചായയൊക്കെ കുടിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് മോൾ എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. ആഹാ അത് കൊള്ളാം, അച്ഛനും മോളും ഒരുമിച്ചിരുന്നല്ലേ കഴിച്ചത്, അപ്പോൾ അതൊന്നും കണ്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഓശോ സത്യം പറയാമല്ലോ, ഞാൻ അതൊന്നും മറന്നുപോയിന്നേ. മറക്കും. ഇനിയിപ്പം മോളോട് പറയാം അച്ഛന് മറവി രോഗമാണ്, ഡോക്ടറെ കാണിക്കണമെന്ന്. അന്നേരം ദേ ചതിക്കല്ലോ എൻ്റെ പൊന്നംബികയെ നീ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കപ്പോഴത്തേക്കും ഭൂമി അവിടെ ഒരുങ്ങുക കേട്ടോ. ഭൂമി ഒരുങ്ങി അങ്ങോട്ടേക്ക് വന്നു. ഇത് എത്രാമത്തെ ചായയാന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ഇവരുടെ ഇടയിലേക്ക് ഓടി വന്നു. ആ സമയത്ത് ഇരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ അമ്മേ ഇത് ശ്രദ്ധിക്കണ്ടേ അമ്മേന്ന് ചോദിച്ചു. ആഹാ നീയല്ലേ പറഞ്ഞിട്ടുള്ളത് അച്ഛൻ ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാൻ, എന്നിട്ട് ഇപ്പം എന്നോട് ഇങ്ങനെ പറയാ? അതെ ഈ അച്ഛൻ ഒരു ചായ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയോ വേണ്ടാന്ന്? അങ്ങനെ പറഞ്ഞാൽ ദേ അച്ഛൻ ഉടനെ തന്നെ പറയും. എന്താ അച്ഛാ പറയുന്നേ എന്ന് പറഞ്ഞ് പച്ചോണ്ട് ഇന്ന് ചിരിക്കുക. അത് പിന്നെ മോൾക്ക് എന്നോട് സ്നേഹമില്ലെന്ന് കണ്ടല്ലോ, അമ്മ കണ്ടില്ലേ? അപ്പം സ്നേഹമില്ലാത്ത മകളാണോ ഞാൻ എന്ന് ഭൂമി ചോദിക്കാം. അതെ അമ്മ നിയന്ത്രിക്കണം. ആഹാ അപ്പം ഞാൻ സ്നേഹമില്ലാത്ത ഭാര്യ ആയിക്കോട്ടെ എന്നല്ലേ? അമ്മ പിന്നെ അതാണല്ലോ. അപ്പം അതെ അച്ചുവേട്ടാ ഇപ്പൊ പറയുന്നതൊക്കെ കേട്ടല്ലോ, ഇനി ഒരു ചായ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല അത് പിന്നെ എനിക്കറിയാം നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. ദേ എത്ര ചായ വേണമെങ്കിലും ചോദിച്ചോ ഞാൻ തന്നോളാന്ന് പറഞ്ഞപ്പോൾ അമ്മേ നീ ഒന്ന് പോടി അമ്മ. പിന്നെ ഒരു കാര്യമുണ്ട് മോളെ അതെ ആഹാരം കഴിപ്പ് നിന്റെ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ശരിക്കും കഴിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ? അതിന് എല്ലാ ദിവസവും രാവിലെ 2 ഗ്ലാസ് പാല് മുട്ട അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ മകളെ കഴിപ്പിക്കുന്ന കാര്യമൊക്കെ പറയും. അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന മകളോട് ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചുകൂടെയെന്ന് അമ്മ. ഓ അമ്മേ വേണ്ട, ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞ് മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഏതെങ്കിലും നല്ലൊരു ചെക്കൻ വന്ന് കയറാനുള്ളതാ എന്നും കൂടെ അമ്മ പറഞ്ഞു. അപ്പം അച്ഛൻ മുടി നോക്കി വരുന്നത് ബാർബറാണോ എന്നിങ്ങനെ ചോദിച്ച് അപ്പം നമ്മുടെ ഭൂമി കേട്ടോ അവൾ എന്തെങ്കിലും പറഞ്ഞു അപ്പം തന്നെ തർക്കുത്തരം എടുത്തിട്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ നീ പോകാൻ നോക്കിയാന്ന് പറഞ്ഞ് മോളെ യാത്രയാക്കും. അങ്ങനെ അച്ഛനും മോളും കൂടെ പോവാട്ടോ. അങ്ങനെ ഭൂമി അവർ യാത്രയാക്കും. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, അച്ഛന് ചായ ഒത്തിരി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തത് മോളോട് ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞു. എൻ്റെ പൊന്നെ ഓരോന്ന് പറഞ്ഞ് എന്നെ ചെളി വാരി എറിയണ്ട, ഞാൻ പൊയ്ക്കോളാമേ ഒന്ന് പോടി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അന്നേരം പറയാം. അങ്ങനെ നമ്മുടെ ഭൂമി അമ്മയ്ക്കും അച്ഛനും ഉമ്മയൊക്കെ കൊടുത്ത് അവിടുന്ന് പോകുന്നു. ഭൂമി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും ടെൻഷനായി. അവർ രണ്ടുപേരും ഇങ്ങനെ പേടിച്ച് വരണ്ട ഇപ്പം നിൽക്കുന്നത്. ഭൂമി പോയപ്പോഴത്തേക്കും അവരുടെ മുഖമൊക്കെ അങ്ങ് വാടി. ഈ സ്നേഹം എത്ര കാലം എന്നിങ്ങനെ അച്ചുവേട്ടൻ അന്നേരം ചോദിക്കാം. അന്നേരം അച്ചുവേട്ടാ എന്ന് പറഞ്ഞ അമ്പയെ ഇങ്ങനെ വിളിച്ചു. നമ്മുടെ അജയ് അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിലോട്ട് പോവുക. അതും യൂണിഫോമിൽ ബുള്ളറ്റേലാണ് പോകുന്നത്. അപ്പോൾ അജയുടെ പിറകെ ഒരു വണ്ടിയുണ്ട്. അജയ് ഫോളോ ചെയ്തിങ്ങനെ വരുന്നു. അപ്പോഴേക്കും അജയ് സ്വീകരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവിടെ പോലീസ് സ്റ്റേഷൻ റെഡി ആയിക്കൊണ്ടിരിക്കാം. അപ്പോഴത്തേക്കും ഒരു ഫോൺ കോളും കാര്യങ്ങളൊക്കെ വന്നു. തിരുവാഭരണങ്ങൾ മോഷ്ടിക്കാൻ നോക്കിയവർ ആരാണെന്നും എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി. അതിനുശേഷം പിന്നെ കുറേ ഗുണ്ടകളെ കൊണ്ട് ഒരു വക്കീൽ അങ്ങോട്ടേക്ക് വന്നു. ഇപ്പം സമയമില്ല, കുറച്ച് കഴിയുമ്പോൾ വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെയൊക്കെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അജയ് വരുമ്പോഴത്തേക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തു വെക്കാനായിട്ട് ഇവരിങ്ങനെ അവിടെ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ അജയ് അങ്ങോട്ടേക്ക് വരുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ ആ വഴി കൂടി നമ്മുടെ ഭൂമികയും വന്നു.
അപ്പോൾ ഭൂമികയുടെ കൂട്ടുകാരുടെ അടുത്ത് ഭൂമിക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയും അവസാനിച്ചു. ഇനിയിപ്പം ഇവർ തമ്മിൽ എങ്ങനെയൊക്കെയാണ് മുന്നോട്ടിനി അടിയും വഴക്കുമായിട്ട് ഇവർ ഒന്നാകുന്ന അല്ലെങ്കിൽ ഒന്നിക്കുന്നതെന്നൊക്കെ കാത്തിരുന്ന് കാണാം. നല്ലൊരു കഥയാണെന്ന് തോന്നുന്നു കണ്ടെടുത്തോളം. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. ടാറ്റാ.